അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നെയ്യപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ചിലപ്പം അതിൻ്റെ ആ ഒരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അളവ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം നല്ല പോലെ തന്നെ നന്നായി കിട്ടും. ഞാനിപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 2 തരം അരിയാണ് എടുക്കുന്നത്. ജീരകശാല അരിയും പുയിങ്ങലരി എടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റേഷൻ കടയിലുള്ള അരിയാണ്. റേഷൻ കടയിൽ നിന്ന് നമുക്ക് പൊന്നി അരി പോലുള്ള ചെറിയ അരി കിട്ടുമല്ലോ, ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വേവ് കുറഞ്ഞ അരി വേണം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ പൊന്നി അരി എടുക്കാം. പൊന്നി അരി ഇല്ലെങ്കിൽ റേഷൻ അരി എടുക്കുക. ഇത് രണ്ടും ഏതിൽ വേണമെങ്കിൽ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പച്ചരി ജീരകശാല അരിക്ക് പകരം നമുക്ക് പച്ചരി ചേർക്കാം. പച്ചരിനെക്കാട്ടും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ ജീരകശാല അരി എടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിത് രണ്ടും ഒരേ അളവിലെടുക്കാം. ഞാനിപ്പം 1 കപ്പ് അളവ് വെച്ചിട്ടാണ് എടുക്കുന്നത്. 1 കപ്പ് പുഴുങ്ങലരിയും 1 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വെക്കാം. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ ഓവർനൈറ്റ് വെക്കുമ്പോൾ ഒന്നും കൂടി അപ്പം നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ലോണം നന്നായി കിട്ടാനും ചാൻസ് കൂടുതൽ ഓവർനൈറ്റ് വെക്കുമ്പോഴാണ്. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് കുതിർത്തി വെച്ചിട്ടുള്ളത്. അരി ഇപ്പോൾ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഫുള്ളായിട്ട് ഒരുമിച്ചിട്ടിട്ടാണ് അരക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരയും ഒരു 4-5 ഏലക്കായ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് അരക്കുന്നതാണല്ലോ, അപ്പം നമ്മൾ പഞ്ചസാരൻ്റെ വെള്ളം കൂടി ആകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിന് അരച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് ലൂസായി പോയാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം ചേർത്ത് അരക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ച് കുറച്ച് ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം കോരാൻ തോന്നാമെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ലൂസിലും അല്ല നല്ല കട്ടിയിലും അല്ലാത്ത ആ ഒരു പാകത്തിൽ വേണം ഈ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ദോശക്കൊക്കെ അരച്ചെടുക്കുന്നുണ്ടല്ലോ, നമ്മൾ സാധാ ഉഴുന്ന് ദോശക്കൊക്കെ അരി അരക്കുന്നില്ലേ, ആ ഒരു പാകത്തിന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് പാത്രം വെക്കുമ്പോൾ നല്ല കുഴിയുള്ള ചീനച്ചട്ടി എടുക്കരുത്. എന്നാൽ നല്ല പരന്ന നമ്മൾ തവയിലൊന്നും ചുട്ടെടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ചൊരു ഉരുളി ടൈപ്പുള്ള പാത്രം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ചെറിയൊരു കുഴി പോലെ വരുന്ന നല്ലൊരു പരന്ന ചീനച്ചട്ടി, അങ്ങനെയുള്ള അപ്പച്ചട്ടി ഉണ്ടല്ലോ, വെള്ളയപ്പച്ചട്ടി, അങ്ങനത്തെ ചട്ടിയിൽ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇതുപോലെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അപ്പത്തിന് മാവ് ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ അപ്പം കൂടിപ്പോവും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഓരോ മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഒഴിക്കുന്ന സമയത്ത് സാവധാനം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ല പോലെ പൊങ്ങി ഇങ്ങനെ ഇതുപോലെ ഒരു ആര് പോലെ വരും. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് എണ്ണ പോരാണെങ്കിൽ തോന്നുകയാണെങ്കിൽ കുറച്ച് നമ്മൾ ആ സൈഡിൽ നിന്ന് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കുറച്ച് സ്പൂണോട്ടോട്ട് ഇങ്ങനെ കൊരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മറിച്ചിടില്ല. ഇത് മറിച്ചിടാണ്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. ഇതുപോലെ ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ് ഇത്. അധികം എണ്ണയൊന്നും കുടിക്കാണ്ട് തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിന് ഉണ്ടാക്കി നോക്കും. കറക്റ്റ് അളവാണെങ്കിൽ നമ്മൾ നെയ്യപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.